10 വർഷം മുമ്പ് 5 രൂപയ്ക്ക് കിട്ടിയിരുന്ന ചായയ്ക്ക് ഇന്ന് നമ്മൾ 15 രൂപയെങ്കിലും കൊടുക്കണം. 50 രൂപയ്ക്ക് സിനിമ ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടിരുന്ന നമ്മൾ ഇന്ന് മിനിമം 150 രൂപയെങ്കിലും കൊടുക്കണം. എന്താണ് ഇതിന് കാരണം? ഇതിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മളുടെ കയ്യിൽ അതിനുള്ള പണത്തിന് മൂല്യം കുറയും. അത് വാങ്ങാനുള്ള ശേഷി കുറയും. ഇതിനെയാണ് പണപ്പെരുപ്പം എന്ന് പറയുന്നത്. നിങ്ങളുടെ പണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ സേവിങ്സ് അക്കൗണ്ടിലാണോ കിടക്കുന്നത്? അവിടെ നിങ്ങൾക്ക് എത്ര പലിശ കിട്ടുന്നുണ്ട്? 3, 3.5 അത്രയൊക്കെയല്ലേ ഉണ്ടാവൂ. അതായത് നിങ്ങളുടെ പണത്തിനെ പണപ്പെരുപ്പം ബാധിച്ചിരിക്കുന്നു. പണപ്പെരുപ്പം നിങ്ങളുടെ സമ്പത്തിന് കുറവ് വരുത്തിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ ഈ നിശബ്ദ കൊലയാളിയെ, നമ്മുടെ സമ്പാദ്യത്തിനെ നിശബ്ദമായി കൊല്ലുന്ന ഈ പണപ്പെരുപ്പത്തെ എങ്ങനെ നമുക്ക് അതിജീവിക്കാം? അതിനെ പണപ്പെരുപ്പത്തേക്കാൾ കൂടുതൽ ആദായം തരുന്ന വഴികളിൽ നിക്ഷേപിക്കുക എന്നതാണ് ഏക മാർഗം. അതിനെങ്ങനെയൊക്കെ സാധിക്കുമെന്ന് നോക്കാം. 1. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഷുറൻസ് സ്കീം. അങ്ങനെ ഒരു SIP-യിലേക്ക് നമ്മൾ നിക്ഷേപിച്ചാൽ അവിടെ നമ്മളുടെ പണം വർദ്ധിക്കുകയും ചെയ്യും, ഒപ്പം നമുക്ക് അതിനൊരു സെക്യൂരിറ്റി കിട്ടുകയും ചെയ്യും. അതായത് ഇൻവെസ്റ്റ്മെന്റും ഇൻഷുറൻസും ഒപ്പം ലഭിക്കുന്നു. അതൊരു ചിട്ടയായ നിക്ഷേപമാണ്. അത് നമുക്ക് ഒരു 3000 രൂപ മുതലൊക്കെ നമുക്ക് അതിന് മാസം അതിലേക്ക് ചിട്ടയായി നിക്ഷേപിച്ചുകൊണ്ട് ദീർഘകാലത്തേക്ക് നമ്മളുടെ എമൗണ്ടിനെ നമുക്ക് വളരാൻ അനുവദിക്കുകയും ചെയ്യാം, ഒപ്പം നമുക്ക് ഒരു സെക്യൂരിറ്റി ലഭിക്കുകയും ചെയ്യും. പിന്നെയുള്ളത് ഡിജിറ്റൽ റിയൽ എസ്റ്റേറ്റ് എന്ന രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു എമൗണ്ടിനെ നിക്ഷേപിച്ചുകൊണ്ട് അതിനെ നല്ല രീതിയിൽ വളർത്തുക എന്നുള്ളതാണ്. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ്, അതും ദീർഘകാലത്തേക്ക് നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അത് വളരുകയും ചെയ്യും, ഒപ്പം നമ്മൾക്ക് ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ നമുക്ക് പണപ്പെരുപ്പത്തെ അതിജീവിക്കാൻ ഇത്തരം മാർഗങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ പണം വെറുതെ അലമാരിയിലോ ബാങ്ക് അക്കൗണ്ടിലെ സ്ലീപ്പിംഗ് അക്കൗണ്ടായിട്ടോ കഴിയാനുള്ളതല്ല. അതിനെ അങ്ങനെ ഉപേക്ഷിക്കാതെ അതിനെ നല്ല രീതിയിൽ വളരുന്ന രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക, നിക്ഷേപിക്കുക. അതിനെ നിങ്ങൾക്കായി പ്രവർത്തിക്കാൻ വേണ്ടി അതിനെ ജോലിക്ക് വിടുക. നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കനുസരിച്ചും നഷ്ടസാധ്യതകൾക്കനുസരിച്ചും നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്. പണപ്പെരുപ്പത്തെ അതിജീവിക്കാൻ നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു വെൽത്ത് പ്ലാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ തയ്യാറാക്കാൻ താല്പര്യമുണ്ടോ എങ്കിൽ താഴെ വെൽത്ത് എന്ന് ടൈപ്പ് ചെയ്യുക. ഒപ്പം താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുമായിട്ടുള്ള ഒരു 1-to-1 കൺസൾട്ടേഷൻ എടുക്കുക.